നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. തെന്മലയിൽ 5 പുറമ്പോക്ക് നിവാസികൾക്ക് വീടൊഴിഞ്ഞു പോകാൻ റെയിൽവേയുടെ അന്ത്യശാസനം. ഗേജ് മാറ്റത്തെ തുടർന്ന് വഴിയാധാരമാകുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ല. മൊബൈൽ ഫോണിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം. യുവാവ് കുത്തേറ്റു മരിച്ചു. മരിച്ചത് ചിതറ ഭരതന്നൂർ സ്വദേശി. ആറന്മുള വിമാനത്താവളത്തിനെതിരായി പ്രകൃതി സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പുനലൂരിൽ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. വാർത്തകൾ വിശദമായി. തെന്മലയിൽ 5 പുറമ്പോക്ക് നിവാസികൾ വീടൊഴിഞ്ഞു പോകാൻ റെയിൽവേയുടെ അന്ത്യശാസനം. ഗേജ് മാറ്റത്തെ തുടർന്ന് വഴിയാധാരമാകുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ല. തെന്മലയിലെ റെയിൽവേ പുറമ്പോക്ക് നിവാസികളായ അനിൽകുമാർ, സുന്ദരൻ പിള്ള, മുരളി, സുധ, ദേവകി എന്നിവരുടെ വീടുകളാണ് പൊളിച്ചു നീക്കുമെന്ന് റെയിൽവേ മുന്നറിയിപ്പ് നൽകിയത്. തിങ്കളാഴ്ച വീട് പൊളിക്കാൻ റെയിൽവേ അധികൃതർ സന്നാഹവുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 തവണ നോട്ടീസ് നൽകിയിട്ടുള്ള ഇവർക്ക് 5-ാം തീയതിക്കുള്ളിൽ വീടൊഴിഞ്ഞു നൽകണമെന്ന് അന്ത്യശാസനവും നൽകി. വീട് പൊളിച്ചു നീക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പുറമ്പോക്ക് നിവാസികൾ. എന്നാൽ ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് പഞ്ചായത്തോ പ്രദേശത്തെ രാഷ്ട്രീയ സംഘടനകളോ ഇനിയും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് 3-ന് ഇത് സംബന്ധിച്ച് വെരിഫിക്കേഷൻ നടത്തി വീടുകൾ സന്ദർശിച്ച് ഇവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ റെയിൽവേ ലോക്കൽ പോലീസിന് ഒഴിപ്പിക്കൽ സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്നും 10 ദിവസത്തെ സമയം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സൂചനയും പുറത്തുവരുന്നുണ്ട്. എന്നാൽ കുറച്ചു ദിവസത്തെ സാവകാശം കൂടി ഇവർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഒഴിഞ്ഞുപോകാൻ മറ്റൊരിടമില്ലാതെ ആശങ്കയിലായിരിക്കുന്ന ഇവരെ അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടി പുനരധിവസിപ്പിക്കാതെ ഒരു വീടും പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ഇടതു പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. മൊബൈൽ ഫോണിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം. യുവാവ് കുത്തേറ്റു മരിച്ചു. ചിതറ ഭരതന്നൂർ സ്വദേശിയാണ് സുഹൃത്തിന്റെ കുത്തേറ്റു മരിച്ചത്. ഭരതന്നൂർ പാലോട്ടുകോണം വിദ്യാസദനത്തിൽ വിഷ്ണു ശങ്കറാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ ബന്ധുവായ ചിതറ ബൌണ്ടർമുക്ക് സജി സദനത്തിൽ സജികുമാറിനെ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. സജിയും വിഷ്ണുവും ഒരുമിച്ചാണ് ജോലിക്ക് പോയിരുന്നത്. ഇതിനിടെ സജിയുടെ മൊബൈൽ ഫോൺ കാണാതെ പോയി. ഇത് വിഷ്ണു എടുത്തുവെന്നാരോപിച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ കയ്യിലിരുന്ന കത്തികൊണ്ട് സജി വിഷ്ണുവിന്റെ നെറ്റിയിൽ കുത്തിയതായി പറയുന്നു. ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത്. സജിയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കിളിമാനൂർ സിഐ അമ്മിണിക്കുട്ടൻ, പാങ്ങോട് SI ഇൻചാർജ് കെ ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിഷ്ണു ശങ്കർ വയസ്സ് 27 എന്നയാളാണ് ഈ കേസിലേക്ക് കൊല്ലപ്പെട്ടത്. ഇയാളുടെ വലിയമ്മയുടെ ഭർത്താവിന്റെ മൂത്ത വിവാഹത്തിലുള്ള ആളാണ്, മകനാണ് ഈ കേസിലെ പ്രതി. പ്രതിയും ഈ മരിച്ച ആളും തമ്മിൽ ഒരാഴ്ച മുമ്പ് വരെ ഒരുമിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് പ്രതിയുടെ മൊബൈൽ ഫോൺ ഈ മരിച്ച വിഷ്ണുവിടെ കൂടെയുള്ള സമയത്ത് കാണാതായിപ്പോൾ. അപ്പോൾ അതെടുത്തത് വിഷ്ണുവാണെന്നുള്ള ധാരണയിൽ അത് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വരികയും അങ്ങനെ രാത്രി 8:30യോടെ മരിച്ച വിഷ്ണുവിൻ്റെ വീടിന് മുന്നിൽ വെച്ച് ഉണ്ടായ വഴക്കിലാണ്, സംഘർഷത്തിലാണ് വിഷ്ണു കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഹയർ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ചെയ്ത ആര്യങ്കാവ് TCNM സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയവും അനാവശ്യ സമരങ്ങളും ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിലെ നാട്ടുകാരുടെ മുൻകരുതൽ. തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആലോചനാ യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ കൊമേഴ്സ് ബാച്ച് അനുവദിക്കണമെന്നതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്ന് MLA ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു. സയൻസുമായി ബന്ധപ്പെട്ട് ഉള്ള സബ്ജക്റ്റുകളാണ് അനുവദിക്കുന്നതെങ്കിൽ ലാബിന്റെ സൗകര്യം അതൊക്കെ വേണം. അതേസമയം BCom അല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസും ഒക്കെ ആണെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് ലൈബ്രറിയും ഒക്കെ മതി. എന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും അധികം ഡിമാൻഡുള്ള അത് കൊമേഴ്സ് ഗ്രൂപ്പിനാണ്. നമ്മുടെ പുനലൂരൊക്കെ തന്നെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഹയർ സെക്കൻഡറികളിലുമെല്ലാം കൊമേഴ്സിനാണ് ആദ്യം ഏറ്റവും കൂടുതൽ മെറിറ്റുള്ള കുട്ടികളുടെ അപേക്ഷ ഇപ്പോൾ വരുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാജി P. ബാബു അധ്യക്ഷനായിരുന്നു. സ്കൂളിൽ കൊമേഴ്സ് ബാച്ച് തന്നെ ലഭിക്കാൻ സർക്കാരിൽ നിവേദനം നൽകുവാനും സ്കൂളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയവും അനാവശ്യ സമരങ്ങളും മുളയിലെ നുള്ളാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്താൻ യാത്രാ സൗകര്യം ഒരുക്കാനുള്ള നടപടികൾക്കായി ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. ചടങ്ങിൽ സ്കൂൾ സംരക്ഷണ സമിതിയെയും തെരഞ്ഞെടുത്തു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ എന്നിവരെ രക്ഷാധികാരികളായും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് C. സഞ്ജയ് ഖാനെ ചെയർമാനായും തെരഞ്ഞെടുത്തു. സ്കൂൾ പ്രഥമാധ്യാപകൻ KM നാഗരാജാണ് കൺവീനർ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് C. സഞ്ജയ് ഖാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ, വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം, സ്കൂൾ പ്രഥമാധ്യാപകൻ K. നാഗരാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ,
ഖാദർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി അഡ്വക്കേറ്റ് PB അനിൽമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആറന്മുള വിമാനത്താവളത്തിനെതിരായി പ്രകൃതി സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പുനലൂരിൽ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. പ്രകൃതി സംരക്ഷിക്കണമെന്ന കാര്യം മുഖ്യമന്ത്രി പലപ്പോഴും മറക്കുകയാണ്. ഓരോരുത്തരുടെയും നെഞ്ചത്ത് വിമാനത്താവളം വേണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിവരക്കേട് ജനങ്ങളോട് പറയരുത്. വായിച്ച് വിവരമില്ലെങ്കിൽ അദ്ദേഹം വിവരമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം തുടങ്ങിയവയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ. സുരേഷ് ഗോപി RSSന്റെ വക്താവായി പ്രവർത്തിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് SJ പ്രേംരാജ് പറഞ്ഞു. ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങൾക്ക് ജനസമ്പർക്ക പരിപാടിയിൽ കൂടി ആശ്വാസമായി മാറിയ ഉമ്മൻചാണ്ടിയെ പറ്റി, അതുപോലെ തന്നെ കാരുണ്യ ലോട്ടറി പദ്ധതിയിൽ കൂടി ഒട്ടനവധി സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയമായി മാറിയ ഉമ്മൻചാണ്ടിയെ പറ്റി, അത്തരത്തിലുള്ള ഒരു നേതാവിനെ പറ്റിയാണ്, അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ പറ്റിയാണ്, അത്തരത്തിലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ജനോപകാരപ്രദമായ പരിപാടികൾ, പദ്ധതികൾ നടപ്പിലാക്കുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് സുരേഷ് ഗോപി എന്ന ഒരു സിനിമാ നടൻ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് C രാധാകൃഷ്ണൻ അധ്യക്ഷനായി. S അനിൽകുമാർ, J മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മരണാനന്തരം കണ്ണുകളും ശരീരവും ദാനം ചെയ്ത പുനലൂർ സ്വദേശിനികളും സാധാരണക്കാരുമായ അമ്മിണി, ഓമന എന്നിവരെ ഭാരതീയ യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിക്കുന്നു. ഞായറാഴ്ച പുനലൂരിലാണ് അനുസ്മരണം. ഭാരതീയ യുക്തിവാദി സംഘത്തിന്റെ പുനലൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന അലിമുഖ് സ്വദേശിനി അമ്മിണി, മണിയാർ സ്വദേശിനി ഓമന എന്നിവരെയാണ് സംഘടന ആദരപൂർവ്വം അനുസ്മരിക്കുന്നത്. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്ത ഇവരുടെ പ്രവർത്തനം പൊതുസമൂഹത്തിന് മാതൃകയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 3 ഉച്ചയ്ക്ക് 2 മണിക്ക് വെട്ടിപ്പുഴ NSS മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് അനുസ്മരണ സമ്മേളനം നടക്കും. ജില്ലാ പ്രസിഡന്റ് NK കുട്ടപ്പന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് മോഹൻ K വർമ്മ സ്വാഗതം പറയും. അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്യും. കാഥികൻ V ഹർഷകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീനി പട്ടത്താനം അനുസ്മരണ പ്രഭാഷണം നടത്തും. നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ് മരണാനന്തരം കണ്ണുകളും ശരീരവും ദാനം ചെയ്യുന്ന P മന്മഥന്റെയും പത്നി K സരോജിനിയുടെയും സമ്മതപത്രം സ്വീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യും. അഡ്വക്കേറ്റ് S വേണുഗോപാൽ, പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, ഡോക്ടർ S ഷാഹിർ ഷാ, ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി PS അമൽരാജ്, SR ത്യാഗരാജൻ, ഡോക്ടർ P രാഘവൻ, കണ്ണൻ ശിവരാമൻ, അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ, സജിത സോമരാജൻ തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അംഗൻവാടികളിലെ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ICDC ഓഫീസറെ ഉപരോധിച്ചു. സമിതിയിൽ ഇടതുപക്ഷക്കാരെ മാത്രം കുത്തിത്തിരികയെന്നാണ് ആരോപണം. ഓരോ പഞ്ചായത്തിലും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നിയമനങ്ങൾ നിയന്ത്രിക്കാൻ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പത്തനാപുരത്തെ സമിതിയിൽ ഇടതുപക്ഷക്കാരെ മാത്രം കുത്തിനിറച്ചിരിക്കുകയാണെന്നാണ് ആരോപണം. ഈ നടപടി റദ്ദു ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ അംഗൻവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും നിശ്ചയിക്കുന്ന ഒരു സമിതി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഏകപക്ഷീയമായി CPMന്റെ അനുഭാവികളെയും അനുയായികളെയും മാത്രം എടുത്തുകൊണ്ട് ജില്ലാ സമിതിക്ക് അയച്ചത് അങ്ങേയറ്റത്തെ തെറ്റാണ്. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം. ഈ ലിസ്റ്റ് ഏകപക്ഷീയമാണ്. ഇത്തരത്തിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നടപടികൾ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്ന സമരപരിപാടികൾ ഉൾപ്പെടെ ഞങ്ങൾ ചെയ്യും. 5 പൊതുപ്രവർത്തകരെ എടുക്കേണ്ട സ്ഥാനത്ത് ഈ 5 പൊതുപ്രവർത്തകരും CPM പ്രവർത്തകരാണ്. CPMന് അവരിൽ നിന്ന് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഫണ്ടുകൾ ഈടാക്കിക്കൊണ്ടാണ് മുൻകൂർ നിയമനം നടത്തുവാൻ വേണ്ടിയാണ് ഈ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസ് അനുവദിക്കത്തില്ല. പത്തനാപുരം പഞ്ചായത്തിലെ ഉപദേശക സമിതിയിൽ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങളുടെ ഭാര്യ, ഭർത്താവ്, സഹകരണ ബാങ്ക് ജീവനക്കാരനായ മുൻ DYFI ഭാരവാഹി, ഇടതുപക്ഷ അനുഭാവികളായ വനിതകൾ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. സാമൂഹ്യ പ്രവർത്തകരായ 5 പേരെ നിയമിക്കേണ്ട സ്ഥാനത്താണ് ഈ നടപടി. ഈ നിയമന സമിതി പിരിച്ചുവിടണമെന്ന ആവശ്യം പരിഗണിച്ച് ജില്ലാ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് ICDS ഓഫീസർ അറിയിച്ചു. ഇപ്പം നമ്മുടെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലിസ്റ്റില് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതുമായിട്ടുള്ള ലിസ്റ്റാണ്. ആ ബന്ധപ്പെട്ട ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് തരണമെന്നും പറഞ്ഞ് ഞാൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സാർ അത് മന്ത്രിയുമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞത്. ഈ ലിസ്റ്റ് എന്തായാലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് മാറ്റി പുതിയൊരു ലിസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഉപരോധത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, കോൺഗ്രസ് നേതാവ് JL നസീർ, സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, അജിത് വിജയൻ, ദൈത്യ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
പുനലൂർ തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള ടെൻഡർ നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് കിറ്റ്കോ അറിയിച്ചതായി തൂക്കുപാലം സംരക്ഷണ സമിതി ചെയർമാൻ എം.എ. നിഷാദ് അറിയിച്ചു. പുനലൂർ തൂക്കുപാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംരക്ഷണ സമിതി നടത്തിയ സമരത്തിന്റെ രണ്ടാം ഘട്ട സമരത്തിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് വളരെ സന്തോഷമാണ്. വനംവകുപ്പിന്റെ കുളത്തൂപ്പുഴ കടക്കാമൺ ഡിപ്പോകളിൽ നിന്നുള്ള കമ്പകത്തടികൾ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞു. വനംവകുപ്പിന്റെ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് കിറ്റ്കോ സബ് ടെൻഡർ വിളിക്കുന്നതിന് തീരുമാനമെടുത്തത്. സെപ്റ്റംബർ ആദ്യവാരം പണി ആരംഭിക്കുമെന്നും കിറ്റ്കോ അറിയിച്ചതായി തൂക്കുപാലം സംരക്ഷണ സമിതി അറിയിച്ചു. ഇപ്പോൾ കിറ്റ്കോയുമായിട്ടുള്ള ചർച്ച ഇന്നലെ സംരക്ഷണ സമിതി നേതാക്കളും കിറ്റ്കോയുടെ പ്രതിനിധി ശ്രീ റോജിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ തിങ്കളാഴ്ച ഈ ടെൻഡർ നടപടികൾ കിറ്റ്കോ ആരംഭിക്കുകയാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും തീർന്നു കഴിഞ്ഞു. കാരണം കടക്കാമൺ കുളത്തൂപ്പുഴ ഡിപ്പോകളിൽ നിന്നുള്ള തടികൾ സർട്ടിഫൈ ചെയ്ത് എല്ലാ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പണി തുടങ്ങാവുന്നതാണ്. അപ്പോൾ കിറ്റ്കോ തിങ്കളാഴ്ച ടെൻഡർ നടപടികൾ ആരംഭിച്ച ഈ ടെൻഡറാണ് ചെയ്യുന്നത്. ഈ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ടെൻഡറിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും ചെയ്യും. സെപ്റ്റംബർ ആദ്യവാരം പണി തൂക്കുപാലം പുനരുദ്ധാരണ പണികൾ ആരംഭിക്കും. നവംബർ 1 കേരളപ്പിറവിക്ക് മുമ്പായിട്ട് തന്നെ ഉദ്ഘാടനം നടത്താമെന്നാണ് കിറ്റ്കോ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കനത്ത മഴയിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തെ കൂറ്റൻ വാഗമരം നിലംപൊത്തി. മഴയത്ത് മരച്ചുവട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് മരം വീണത്. വാഹനത്തിനുള്ളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. പരാതി പറയാൻ എത്തുന്നവരടക്കം നിരവധി പേർ എപ്പോഴും സ്റ്റേഷന്റെ മുറ്റത്തെ ഈ തണൽമര ചുവട്ടിൽ കൂടി നിൽക്കാറുണ്ട്. എന്നാൽ സംഭവ സമയത്ത് മഴ മൂലം ആളുകൾ വെയിറ്റിംഗ് ഷെഡിലും മറ്റും ആയിരുന്നത് ദുരന്തം ഒഴിവാക്കി. നിലംപതിച്ച മരത്തിന്റെ ശിഖരങ്ങൾ പത്തനാപുരം SI ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിമാറ്റി. പിന്നീട് പുനലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മരം പൂർണ്ണമായും വെട്ടിനീക്കി. പത്തനാപുരത്ത് സർക്കിൾ ഓഫീസിനും പോലീസ് ക്വാർട്ടേഴ്സിനും അപകടം വരുത്തുന്ന നിലയിൽ ചുവട് ദ്രവിച്ചതും ഉണങ്ങിയതുമായ നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇളമണ്ണൂർ പ്രകാശ് പ്രിന്റേഴ്സ് ഉടമ കുറുമ്പകര ലില്ലി സദനത്തിൽ പരേതനായ യോഹന്നാന്റെ ഭാര്യയും കുറുമ്പകര UPSലെ റിട്ടയർഡ് അധ്യാപികയുമായ സൂസന്ന യോഹന്നാൻ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2:30 പുതുവൽ സെന്റ് സ്റ്റീഫൻ CSI പള്ളിയിൽ നടക്കും. പരേതനായ പൊന്നച്ചൻ, ലില്ലിക്കുട്ടി ജോൺ, ലാലമ്മ ജോൺ, പ്രകാശ് ജോൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തെന്മലയിൽ 5 പുറമ്പോക്ക് നിവാസികൾക്ക് വീടൊഴിഞ്ഞു പോകാൻ റെയിൽവേയുടെ അന്ത്യശാസനം. ഗേജ് മാറ്റത്തെ തുടർന്ന് വഴിയാധാരമാകുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ല. മൊബൈൽ ഫോണിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം. യുവാവ് കുത്തേറ്റു മരിച്ചു. മരിച്ചത് ചിതറ ഭരതന്നൂർ സ്വദേശി. ആറന്മുള വിമാനത്താവളത്തിനെതിരായി പ്രകൃതി സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പുനലൂരിൽ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.